നമസ്കാരം. എല്ലാവർക്കും കുമാർക്കണറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ജൂൺ മാസത്തിന് ശേഷം ഇടവം രാശിക്കാർക്ക്, അതായത് കാർത്തിക, രോഹിണി, മകീരം ചേർന്ന ഇടവം രാശിക്കാർക്ക് നല്ല നല്ല മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇടവം രാശിക്കാർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ചിലർ ചോദിച്ചിരുന്നത് ഈ ഒരു ഫലം നമുക്ക് എത്ര നാൾ നിലനിൽക്കും എന്നാണ്. ഇവിടെ ഇടവം രാശിക്കാരുടെ ഗ്രഹനിലകൾ അല്ലെങ്കിൽ അവരുടെ ഗ്രഹസ്ഥിതികൾ പരിശോധിക്കുമ്പോൾ ശനിയും വ്യാഴവും, ചാരവശാലുള്ള ശനിയുടെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരം വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് ജൂൺ മാസത്തിന് ശേഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശനി നിൽക്കുന്ന ഭാവം 11ാം ഭാവമാണ്. 11ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം സർവ്വ ആവിഷ്ടങ്ങളുടെ സ്ഥാനമാണ്. അപ്പോൾ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി ആ 11ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2023 തൊട്ട് അല്ലെങ്കിൽ 2022, 2024 വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും 2025 മാർച്ചിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഭാഗ്യ അനുഭവങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി അത് 2ാം ഭാവത്തിലേക്കാണ്, ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. ധനസ്ഥാനത്ത് നിൽക്കുന്ന ഈ വ്യാഴവും 11ാം ഭാവത്തിൽ നിന്ന് അനുഗ്രഹം ചുരിയുന്ന ശനിയും കൂടി തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ ഇരട്ട രാജയോഗ തുല്യമായ ഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നൽകാൻ ഇനി പോകുന്നത്. ശനി ഒരു രാശി പൂർത്തിയാക്കുന്നത് ഏകദേശം 2.5 വർഷക്കാലം എടുത്താണ്. അപ്പോൾ തീർച്ചയായും 2025 മാർച്ച് 29 മാറിയ ഈ ഒരു ശനി 2.5 വർഷക്കാലം 2026 ശേഷവും 2027 പകുതി വരെ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 11ാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച, സാമ്പത്തിക ലാഭം, ദാമ്പത്യ ബന്ധങ്ങളിൽ വിജയം, ഗൃഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഗൃഹം വാങ്ങാനുള്ള ഒരു അവസ്ഥ, നല്ല നല്ല വാഹനങ്ങൾ വാങ്ങാനുള്ള അവസ്ഥ, അങ്ങനെ എല്ലാ തരത്തിലും, കൂടാതെ സന്താന സൗഭാഗ്യങ്ങൾ, കുറേ നാളുകളായിട്ട് സന്താനമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം, അങ്ങനെ എല്ലാ സർവ്വ ആവിഷ്ടങ്ങളും സാധൂകരിച്ചു കൊടുക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30 വർഷങ്ങൾക്ക് ശേഷം 11ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ശനി അത് മീനം രാശിയിലേക്കാണ് വന്നിരിക്കുന്നത്. മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന ഈ ശനി കുറച്ചും കൂടി നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് വ്യാഴം ധനസ്ഥാനത്ത് കൂടി ഉള്ളപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. 2026 ജനുവരി മുതൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നല്ല നല്ല അനുഭവങ്ങൾ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അനുകൂലാവസ്ഥ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫലം അടുത്ത വർഷത്തേക്ക് കുറച്ച് കൂടുതൽ തീവ്രമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചും ചിന്തിച്ചും പദ്ധതിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. കാരണം ഇനിയൊരു 30 വർഷങ്ങൾക്ക് ശേഷമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം വരികയുള്ളൂ എന്ന് മനസ്സിലാക്കണം. കൂടാതെ ഫലങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതിനും നിങ്ങൾക്ക് ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിട്ട് തടസ്സം ഈ ഒരു ചാരവശാലുള്ള ഫലത്തിന് അനുഭവപ്പെടുകയാണെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക.